ഹായ്, llazylady എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് ടെററി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. സാധാരണ നമ്മൾ കൂടുതലായും ഒരു ടെറേറിയത്തിൽ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ഫേൺസും മോസും ഒക്കെയാണ്. അതിൻ്റെ അട്രാക്ഷനും അതുതന്നെയാണ്. പക്ഷേ ഈ മരുഭൂമിയിൽ നമ്മൾക്കതൊന്നും വളരെ പെട്ടെന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ടേർട്ടിൽ വൈൻസ് ഞാനൊരു ഡീഗ്രേഡബിൾ കപ്പിനകത്ത് നട്ടു ഇതുപോലൊരു കുപ്പിക്കകത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു ക്ലോസ്ഡ് എൻക്ലോഷറിനകത്ത് എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് ടേർട്ടിൽ വൈൻസ് വളരും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ വെച്ചതാണ്. അതോടൊപ്പം ഒരു ബിഗോണിയുടെ ഒരു ക്ലിപ്പിംഗ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് തീർന്ന ഒരു ജാമിൻ്റെ കുപ്പിയാണ്. അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന അടപ്പ് പോലെ വെച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് വെച്ചാൽ പണ്ടങ്ങോ വാങ്ങിയതാണ്. അതെന്താണ് ഈ നാരങ്ങയൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ ഒരു പീസ് മാത്രമായിട്ട് പുറത്ത് വയ്ക്കുമ്പോൾ അതിനകത്ത് ഈച്ചയൊന്നും വന്നിരിക്കാതിരിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കുന്ന ഒരു അടപ്പായിട്ട് വാങ്ങിയതാണ്. ജീവിതത്തിൽ ഇതുവരെയായിട്ട് അത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്കതിന് ഉപയോഗം വന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള അവസ്ഥയാണിത്. ആ ബിഗോണിയത്തിൻ്റെ ക്ലിപ്പിംഗ് ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ വെച്ച ടേർട്ടിൽ വൈൻസിൻ്റെ ക്ലിപ്പിങ്സിന് യാതൊരു കുഴപ്പമില്ല. അതിപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ 1 മാസത്തിന് ശേഷമുള്ള അവസ്ഥയാണിത്. ആ ബിഗോണിയത്തിൻ്റെ ക്ലിപ്പിംഗ് വെച്ചിരുന്നത് മുഴുവനും അഴുകിപ്പോയി. എന്നാൽ നമ്മൾ വെച്ചിരുന്ന ടേർട്ടിൽ വൈൻസിൻ്റെ ക്ലിപ്പിംഗ് വളരെ ഹെൽത്തി ആയിട്ട് ഇത്രത്തോളം കിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡീഗ്രേഡബിൾ കപ്പൊക്കെ കളഞ്ഞേച്ച് ആ പ്രോപ്പർ ടെറേറിയം അങ്ങ് സെറ്റ് ചെയ്യാം. ആ പേപ്പറിനൊക്കെ നല്ല നനവുള്ളത് കൊണ്ട് തന്നെ അത് പിഞ്ചി പോവാണ്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ചിത് പുറത്തേക്ക് എടുക്കാം. ഇത് വളരെ നനവോടുകൂടി ഇരിക്കുകയാണ്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മളുടെ ഈ കപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പ്രിഫറബിളി ടെറേറിയത്തിന് ഗ്ലാസ് ബോട്ടിൽസാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലാസ് ജാർസാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സീ ത്രൂ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും എടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ടെറേറിയം സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഈ കാണിക്കുന്നത്. ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് പെബിൾസ് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുക്കുക. ഒന്നെങ്കിൽ ഗ്രേവലോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു റോക്സോ സ്റ്റോൺസോ അത് കഴുകി വൃത്തിയാക്കി എടുക്കുക. കരിയാണ് ഇത്, ചിരട്ടക്കരിയാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്നതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. നമ്മളുടെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ടെറേറിയത്തിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ ഈ കരി വലിച്ചെടുത്തോളും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതെടുത്ത് വയ്ക്കുക. അടുത്തതായിട്ട് മണ്ണാണ് വേണ്ടത്. അപ്പം നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും മണ്ണുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലിവിടെ പോട്ടിംഗ് സോയിലും പെർലൈറ്റും സാൻഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടെറേറിയത്തിന് ആവശ്യമുള്ള സോയിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ വേണ്ടത് എന്തെങ്കിലും നാച്ചുറൽ ഡെക്കറേഷൻ. അതായത് ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ബൊഗെയിൻവില്ലയുടെ ഉണങ്ങിയ കമ്പാണ്. നിങ്ങളുടെ ഭാവനയിൽ നിങ്ങളുടെ ടെറേറിയം എങ്ങനെ ഇരിക്കണോ അതുപോലുള്ള ഡെക്കറേഷൻസ് എടുത്ത് വയ്ക്കുക. കൂടുതലും നാച്ചുറലി ഉള്ള ഡെക്കറേഷൻസൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലാതെ പ്ലാസ്റ്റിക്കും അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡെക്കറേഷനുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഒരു ഫോൾസ് ബോട്ടം ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെബിൾസ് ഇട്ടിട്ട് ഒരു 1-1.5 ഇഞ്ച് മാത്രമേ ഞാനിവിടെ ഇടുന്നുള്ളൂ. അത് ആ കണ്ടെയ്നറിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതനുസരിച്ച് ഇടുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിലും ആ മണ്ണിനകത്ത് ആ വെള്ളം കെട്ടിക്കിടക്കില്ല. ബാക്കി അതായത് മണ്ണിൽ ആവശ്യമുള്ള വെള്ളത്തിന് ഉപരിയായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ആ ഗ്രേവൽസ് ഇട്ടേക്കുന്നിടത്തേക്ക് ഒഴുകി അവിടെ കിടന്നോളും. അത് ആ വാട്ടർ കണ്ടൻസേഷൻ വഴി അത് വീണ്ടും മുകളിലേക്ക് വന്ന് ഇവാപറേഷൻ വഴി വീണ്ടും അത് താഴെ ആ മണ്ണിലേക്ക് വരുമ്പോഴും ഈ മണ്ണ് കേടാവില്ല. അതായത് ഒരു സൂപ്പ് പോലെ മണ്ണെല്ലാം കൂടെ ശളവിളാന്ന് അങ്ങനൊന്നും വരില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രേവൽസ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മളൊരു ഡിവൈഡർ സ്ക്രീൻ വെക്കുകയാണ്. ഇതിടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിടുമ്പോൾ ആ മണ്ണെല്ലാം നമ്മൾ ഇട്ടിരുന്ന കല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി എല്ലാം കൂടെ ആകെ കൂടെ ഒറ്റ ഒരു ലെയറായിട്ട് മാറില്ല. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെയൊക്കെ കാർപ്പറ്റിൻ്റെ അടിയിൽ ഒരു ആൻറ്റി സ്ലിപ്പറി ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും ഒട്ടിക്കാൻ. അതായത് അത് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ആ ഒരു സംഭവമാണിത്. ഇതിന് കുറച്ചുകൂടെ വലിയ കണ്ണികളാണ്. ഇതിലും വളരെ നേരിയ കണ്ണികളാണെങ്കിൽ
വളരെ നന്നായിരിക്കും. ഒരു തരി മണ്ണ് പോലും നമ്മൾ ഈ കല്ലിൻ്റെ ഇടയ്ക്ക് പോവില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളതുകൊണ്ട് ഞാനിത് ഉപയോഗിക്കുന്നു. കുറച്ചൊക്കെ മണ്ണ് എൻ്റെ ഇടയിൽ കൂടെ പോകും, എന്നാലും സൂപ്പ് പോലെ ആവില്ല. മണ്ണും കല്ലും വെള്ളവും എല്ലാം കൂടെ കുഴഞ്ഞൊരു സൂപ്പ് ആവില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ കരി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ നമ്മളുടെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തും നമുക്ക് ഈ കരി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടിയിൽ ഒരു ലെയറായിട്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. നമ്മൾ എടുത്ത് വച്ചിരിക്കുന്നത് കുറച്ചുകൂടെ കൊക്കോപ്പറ്റൊക്കെ ഉള്ള ഒരു മിക്സ്ചറാണെങ്കിൽ ഇതൊരുപാട് അങ്ങനെ ആ നെറ്റിൻ്റെ അടിയിൽ കൂടെ താഴേക്ക് പോവില്ല. മാത്രമല്ല നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാലും ആ വെള്ളം അത് റീറ്റെയിൻ ചെയ്ത് വെച്ചോളും. നമ്മളുടെ ഫോൾസ് ബോട്ടത്തിൻ്റെ 2-3 ഇരട്ടി തിക്നെസ്സിൽ വേണം നമ്മൾ മണ്ണിട്ട് വയ്ക്കാൻ. എങ്കിലേ നമ്മളിപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വേരുകൾക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വളരെ ഷാലോ ആയിട്ടാണെങ്കിൽ വേരുകൾക്ക് അത്ര അങ്ങോട്ട് ഓടാനുള്ളൊരു സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ടേർട്ടിൽ വൈൻസ് തന്നെയാണ് ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യുക. മോസോ അല്ലെങ്കിൽ ഫേൺസോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് നമുക്ക് ഈ ടെറേറിയം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വേരുകൾക്കൊന്നും വലിയ ഡാമേജ് ഒന്നും വരുത്താതെ നമുക്കിത് പതുക്കെ എടുത്ത് നമ്മളുടെ ഗ്ലാസ് ജാറിനകത്തേക്ക് വെച്ച് നമുക്ക് ടെറേറിയം സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ടെറേറിയം ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അതിന് മാത്രമുള്ള ചെടികളൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു മണി പ്ലാന്റെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ടെറേറിയം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മണി പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാനൊരു ടെറേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യാമേ. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ടേർട്ടിൽ വൈൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ വയ്ക്കുന്നുണ്ട്. കലീസിയ റെപ്പൻസ് എന്നാണ് ഇതിന് രണ്ടിനും പറയുന്നത്. ഗ്രീൻ കളറിൽ ഇരിക്കുന്നതിന് എവർഗ്രീൻ ടേർട്ടിൽ വൈനും ഇത് സാധാരണ ടേർട്ടിൽ വൈൻ, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 തണ്ടും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നാച്ചുറലി എന്താണ് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്ത് വയ്ക്കുക. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെടികളൊക്കെ വളരുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ടെറേറിയം നമ്മളുടെ ഭാവനയ്ക്കൊത്ത് ഒന്ന് ഭംഗിയാക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സ്റ്റോൺസ് ആഡ് ചെയ്യാം. ചില ആൾക്കാർ സ്റ്റോൺസ് വെച്ചിട്ട് ഡിവിഷൻസ് ഒക്കെ കൊടുക്കും, 2 പാർട്ടായിട്ടൊക്കെ ഡിവൈഡ് ചെയ്യും. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, നമ്മളുടെ ഇഷ്ടം. ഇതിനകത്തിപ്പോൾ ഞാൻ ഒരു സാധാരണ നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ കാട് പിടിച്ചതുപോലെ കിടക്കുമല്ലോ, ആ ഒരു ഫീലിംഗ് വേണ്ടിയാണ് ഞാനിതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് ചുള്ളിക്കമ്പൊക്കെ അവിടെ എവിടെയും കിടക്കുന്നത് പോലെ. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ വളരെയധികം ഭംഗിയോടുകൂടി തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ചില ആൾക്കാർ മിനിയേച്ചർ ഫിഗറിൻസും വീടുകളും ഒക്കെ അതിനകത്ത് വയ്ക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഭാവനയിലുള്ള ടെററിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ താഴെ നോക്കിയാൽ മതി. നമ്മൾ ഫോൾസ് ബോട്ടം സെറ്റ് ചെയ്തതിൻ്റെ അടുത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വെള്ളം സെറ്റിൽ ചെയ്ത് അടിയിൽ വന്ന് കിടക്കും. അന്നേരം നമ്മൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമായി എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുക. അതായത് നമ്മളുടെ ആ ഗ്ലാസ് ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കുഞ്ഞ് ടെറേറിയം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള കുപ്പിയൊക്കെ പറക്കിയെടുത്ത് ഒരു കുഞ്ഞ് ടെറേറിയെങ്കിലും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു നല്ല ബ്യൂട്ടിഫുൾ പടം എടുത്തിട്ട് എൻ്റെ ലേസി ലേഡിയുടെ ഫേസ്ബുക്ക് പേജിനകത്ത് പോസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.